ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 254 ദിവസം. സൂറത്തുൽ ബഖറ 247. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء والله واسع عليم. അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് രാജാവായി താലൂത്തിനെ നിയോഗിച്ചിരിക്കുന്നു. അത് കേട്ടപ്പോൾ അവർ തർക്കിച്ചു, ഞങ്ങൾക്ക് രാജാവായിരിക്കാൻ അവൻ എന്ത് യോഗ്യത? രാജാധികാരത്തിന് അവനേക്കാൾ യോഗ്യർ ഞങ്ങളാകുന്നു. അവൻ സമ്പൽ സമൃദ്ധി ലഭിച്ചവനുമല്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്കുമേൽ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അവന് അറിവിലും അകാലത്തിലും മികവേറ്റുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് അവൻ്റെ രാജ്യത്വം അവനിച്ഛിക്കുന്നവർക്ക് അരുളാൻ അധികാരമുണ്ട്. അള്ളാഹു അതിവിശാലനും സർവജ്ഞാനവും ഉൾക്കൊള്ളുന്നവനുമാകുന്നു. അള്ളാഹു ഇസ്രായേലി പ്രമാണിമാരുടെ ആവശ്യം അംഗീകരിക്കുകയും താലൂത്ത് എന്ന യോഗ്യനായ ഒരാളെ അവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അള്ളാഹു ഇസ്രായേലിയുടെ ആവശ്യം അംഗീകരിച്ചു എന്നത് ഇസ്ലാം രാജാധിപത്യത്തെ അംഗീകരിക്കുന്നു എന്നതിന് തെളിവല്ലേ എന്നൊരു ചോദ്യം ഉയരാവുന്നതാണ്. അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെടുന്ന രാജാവിൻ്റെ ആധിപത്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു എന്നത് ശരിയാണ്. ഇവിടെ ശ്രദ്ധേയമായ സംഗതി ഇതാണ്: ഇസ്രായേല്യർ സ്വയം ഒരു രാജാവിനെ വാഴിക്കുകയോ ഒരു ഇസ്രായേല്യൻ സ്വയം രാജാവായി അഭിഷക്തനാവുകയോ ചെയ്യുകയും അള്ളാഹു അതിന് അംഗീകാരം നൽകുകയുമായിരുന്നില്ല. അവർ പ്രവാചകൻ മുഖേന അള്ളാഹുവിനോട് ഒരു രാജാവിനെ അയക്കാൻ അപേക്ഷിക്കുകയും അള്ളാഹു ആ അപേക്ഷ സ്വീകരിക്കുകയുമായിരുന്നു. അള്ളാഹു രാജാവായി നിയോഗിച്ചു കൊടുത്തതാവട്ടെ അവർ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത ഗണത്തിൽപ്പെട്ട ഒരാളായിരുന്നില്ല താനും. രാജാവായി നിയുക്തനായ ആൾ തന്നെയും അത് പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ല. അള്ളാഹു അംഗീകരിക്കുന്ന രാജാവും ഖലീഫയും തമ്മിൽ പേരിലല്ലാതെ ആശയത്തിൽ അന്തരമൊന്നുമില്ല. ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സാക്ഷാത്കരിക്കുകയാണ് രണ്ടു കൂട്ടരുടെയും ദൗത്യം. ഇത്തരം രാജാക്കന്മാർ വേറെയും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ദാവൂദ്, സുലൈമാൻ, ദുൽഖർനൈനി തുടങ്ങിയവർ അക്കൂട്ടത്തിൽ പ്രമുഖരാകുന്നു. അധികാരത്തിൻ്റെ ഉടമ താനോ തൻ്റെ വംശമോ തൻ്റെ ജനതയോ ആണെന്ന് കരുതുന്ന ഒരധികാരിയെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അയാളുടെ സാങ്കേതിക നാമം രാജാവെന്നാവട്ടെ, അമീർ എന്നാവട്ടെ, പ്രസിഡന്റ് എന്നാവട്ടെ, പ്രധാനമന്ത്രി എന്നാവട്ടെ. രാജാവിനെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന സങ്കല്പം ഇതായിരുന്നു: ഏറ്റവും ആൾബലവും കീർത്തിയുമുള്ള വംശത്തിലെ ഏറ്റവും ആഢ്യത്വമുള്ള കുടുംബത്തിലെ പ്രമുഖനായ അംഗം, അതിസമ്പന്നൻ, ഉഗ്രപ്രതാപി. ഇതര സമുദായങ്ങളിലെ രാജാക്കന്മാരൊക്കെ അങ്ങനെയുള്ളവരാണല്ലോ. ആ നിലയ്ക്ക് ഇസ്രായേലിൽ രാജാവായി നിശ്ചയിക്കപ്പെടുന്നവൻ ഏറ്റവും സംഖ്യാബലമുള്ള ഗോത്രങ്ങളായ യഹൂദ ഗോത്രജനോ ലേവ്യ ഗോത്രജനോ ആവേണ്ടതാണ്. ലേവ്യർ പൗരോഹിത്യ പൈതൃകത്തിലും യഹൂദർ അധികാരികൾ എന്ന നിലയിലും കീർത്തി നേടിയിട്ടുമുണ്ട്. മൂസ, ഹാറൂൺ തുടങ്ങിയ പ്രവാചകന്മാർ ലേവ്യരായിരുന്നു. ദാവൂദ്, സുലൈമാൻ തുടങ്ങിയ പ്രവാചക രാജാക്കന്മാരാൽ പുകൾപ്പെട്ടതാണ് യഹൂദ ഗോത്രം. ഏറ്റവും സമ്പന്നമായ ഇസ്രായേലി ഗോത്രങ്ങളും ഇവ തന്നെയായിരുന്നു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പുത്രൻ യഹൂദായിൽ നിന്നുള്ള വംശമാണ് യഹൂദ ഗോത്രം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ പുത്രൻ ലാവിയാണ് ലേവ്യ ഗോത്രത്തിൻ്റെ കുലപതി. താലൂത്ത് അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട നേതാവായിരുന്നുവെങ്കിലും അദ്ദേഹം പ്രവാചകനായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. താലൂത്തിനെ രാജാവായി നിയോഗിച്ചു എന്നേ ഖുർആൻ പറയുന്നുള്ളൂ. അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രബലമായ ഹദീസുകളുമില്ല. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വഹി ലഭിക്കുന്നവരാണല്ലോ പ്രവാചകന്മാർ. താലൂത്ത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ചില നടപടികൾ എടുത്തിരുന്നതായി അടുത്ത സൂക്തത്തിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ